അഗ്നിയുടെ ഇച്ഛാശക്തി ജ്വലിക്കുന്നിടത്ത് അവൻ നിഴലുകളിൽ മുങ്ങാൻ തന്നെ തിരഞ്ഞെടുത്തു. ഇവനൊരു നായകനുമല്ല, രക്ഷകനുമല്ല, പക്ഷെ ഭീഷണികൾ വളരുന്നതിന് മുമ്പേ അവയെ ഞെരുക്കിയ ഇരുണ്ട കൈകളുടെ ഉടമസ്ഥനാണിവൻ. നിശബ്ദ മരണമെന്ന മരത്തെ തന്നെ പോറ്റിയ ചുവടെയുള്ള വേരാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സമാധാനം ഒരിക്കലും ദയായിരുന്നില്ല, അത് ത്യാഗവും രക്തവും നുണകളുമായിരുന്നു. ചരിത്രത്തെ നിഴലുകളിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യൻ, വെളിച്ചത്തിന് അറിയാത്ത മരിച്ചയാൾ. ഇദ്ദേഹം ഒരിക്കലും ഗ്രാമത്തിന് വേണ്ടിയിരുന്നുള്ള ഒരു ഹൊക്കാഗെ ആയിരുന്നില്ല, മറിച്ച് ആ ഗ്രാമത്തിന് ഒരിക്കലും അറിയാതെ പോയ ഒരു ഹൊക്കാഗെ ആയിരുന്നു. സ്നേഹത്തിന് പകരം ഭയം കൈമാറി 1000 പാപങ്ങളുടെ ഭാരം ചുമന്ന ഒരു മനുഷ്യൻ. ഓരോ നായകന്റെയും വെളിച്ചത്തിൽ ഒരു നിഴൽ ഒളിഞ്ഞിരിക്കുന്നു. കൊണോഹയിൽ ആ നിഴലിന് ഒരു പേരുണ്ടായിരുന്നു. വിശ്വസ്തതയെ ആയുധങ്ങളാക്കിയും ത്യാഗത്തെ കശാപ്പാക്കിയും സമാധാനത്തെ ഭയവുമായി മാറ്റിയ മനുഷ്യൻ. ഡാൻസോ ഷിമുറ, the ghost Hokage who ruled the leaf from the dark. Okay, fine. Danzo Shimura. The darkness beneath the leaf എന്ന് തന്നെ പറയാം. അതെ, കൊണോഹാഗാക്കുറെ അല്ലെങ്കിൽ ലീഫ് വില്ലേജിലെ ഏറ്റവും ഇരുണ്ട കൈകൾ കൈവശമാക്കിയ ആ ഒരു 1.5 മുതൽ. ഡാൻസോ ഷിമുറ എന്ന് പറയുമ്പോൾ നാറൂട്ടോ സീരീസിൽ ഉടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ലഭിച്ചിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിൽ ഒന്ന് തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നാറൂട്ടോയുടെ പകുതി പ്രശ്നങ്ങളും ഡാൻസോയുടെ കൈവശം മൂലം ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറയാൻ പറ്റും. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അൾട്രാ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, ഒറിജിൻ ആൻഡ് ഏർലി ലൈഫ്, അത് കഴിഞ്ഞ് എവിടെയാണ് ടേണിംഗ് പോയിന്റ് ആവുന്നത്, പാത്ത് ടു പവറിലേക്ക് എപ്പോൾ വന്നു, എന്തൊക്കെ മാനിപ്പുലേഷനും വില്ലനസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഡാൻസോ അങ്ങനെ ഒരു വില്ലനായി മാറിയത്, അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് കൊണോഹ വില്ലേജിൽ എങ്ങനെയാണ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന വീക്ക്നെസ്, ഡെത്ത് ആൻഡ് ഫൈനൽ മൊമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, ആൻഡ് ഫൈനലി അദ്ദേഹത്തിൻ്റെ ലെഗസി എങ്ങനെ പോകുന്നു. അത്രയും കാര്യങ്ങൾ നമുക്ക് ഉടൻ തന്നെ നോക്കിയേക്കാം. ആദ്യം തന്നെ ഒറിജിൻ ആൻഡ് ഏർലി ലൈഫ്. ഡാൻസോയുടെ ഒറിജിൻ ആൻഡ് ഏർലി ലൈഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഷീമുറ ക്ലാനിൽപ്പെട്ട ഒരു മെമ്പർ ആയിരുന്നു. ഈ പറയുന്ന ഷീമുറ ക്ലാൻ അത്ര പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാൻ ഒന്നുമല്ല, ഒരു മൈനർ ക്ലാനാണ് കൊണോഹയിലെ. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് അദ്ദേഹം കോൺസ്റ്റന്റ് വാറുള്ള ആ ഒരു സമയത്തായിരുന്നു ജനിച്ചിരുന്നത്. അദ്ദേഹം ടോബിറാമ സെഞ്ചു, അതെ, സെക്കൻഡ് ഹോക്കാഗെയുടെ കീഴിലായിരുന്നു ട്രെയിൻ ചെയ്തിരുന്നത്. അദ്ദേഹം ഒരു ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു എറ്റേണൽ റൈവൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഹിറൂസൻ സറുട്ടോബി. യെസ്, ദ തേർഡ് ഹോക്കാഗെ ആയിട്ടുള്ള ഹിറൂസൻ സറുട്ടോബി. ഹിറൂസൻ നാച്ചുറലി ടാലന്റേറ്റും കമ്പാഷനേറ്റും ആയിരുന്നു. അതേപോലെ തന്നെ ഡാൻസോയും അംബീഷ്യസും പക്ഷെ കുറച്ച് ഇൻസെക്യൂറും ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോബിറാമയുടെ റെക്കഗ്നിഷൻ ആദ്യം കിട്ടിയത് ഹിറൂസൻ ആണ്. അതായത് ഒരു തരത്തിലുള്ള എൻവി അല്ലെങ്കിൽ അസൂയ നമ്മുടെ ഈ പറഞ്ഞ ഡാൻസോയ്ക്ക് ഹിറൂസനോട് ഉണ്ടായിരുന്നു. ഇത്രയുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ്. ഇനി ആ ടേണിംഗ് പോയിന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിനോബി വാറിൽ ടോബിറാമ സ്വന്തമായിട്ട് അവന്റെ സ്ക്വാഡിനെ രക്ഷിക്കാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഈ ഒരു ടൈമിൽ ടോബിറാമയ്ക്ക് മുന്നിൽ തന്നെ ആരെയും സാക്രിഫൈസ് ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണർന്നപ്പോൾ അവിടെ ഹിറൂസൻ ഉണ്ടായിരുന്നു, അവിടെ ഡാൻസോ ഉണ്ടായിരുന്നു, പിന്നെ 2 ബറ്റു കോമ്രേഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഡാൻസോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഞാൻ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിന് ഭയം മൂലം അത് പറയുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പറഞ്ഞേനെ. എന്നിരുന്നാലും ഹിറൂസൻ ഡാൻസോയെക്കാളും മുമ്പിൽ ടോബിറാമയോട് പറഞ്ഞു ഞാൻ എൻ്റെ വില്ലേജിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാമെന്ന്. ഇതൂടെ കേട്ടപ്പോഴേക്ക് ടോബിറാമ പറഞ്ഞു നിങ്ങൾ ആരും സാക്രിഫൈസ് ചെയ്യേണ്ട, ഞാനാണ് പോകുന്നത്, ആൻഡ് സറുട്ടോബി നീയാണ് അടുത്ത ഹൊക്കാഗെയിൽ നിന്ന്. ഇത് കേട്ടിട്ട് ഡാൻസോ അങ്ങ് സ്റ്റണ്ണായി പോയി. കാരണം അദ്ദേഹത്തിന് പറയാൻ പേടി തന്നെയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എറ്റേണൽ ആയിട്ടുള്ള ഫിലോസഫി വന്നത്. ടു പ്രൊട്ടക്ട് ദ വില്ലേജ് വൺ മസ്റ്റ് ബി വില്ലിംഗ് ടു അബാൻഡൺ എവറിത്തിങ്, ഈവൻ ഹ്യൂമാനിറ്റി. ഈ ഒരു രീതിയിലാണ് അദ്ദേഹം വില്ലനസ് അല്ലെങ്കിൽ വില്ലൻ പാത്തിലേക്ക് പോകുവാൻ ആരംഭിച്ചത്. അങ്ങനെ കാലാന്തരത്തിൽ ഹിറൂസൻ സറുട്ടോബി തേർഡ് ഹൊക്കാഗെ ആയപ്പോൾ ഡാൻസോ ഷാഡോസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം തന്നെ അൻപൂര് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയെടുത്തു, റൂട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ഇത് സത്യം പറഞ്ഞാൽ കൊണോഹ വില്ലേജിലെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരിൽ നിന്ന് പോലും ഹിഡായിരുന്നു. ഫൗണ്ടേഷന്റെ ആ ഒരു ട്രെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർഫനായിട്ടുള്ള ചിൽഡ്രനെ സെലക്ട് ചെയ്ത് അവരുടെ ഇമോഷൻസിനെ സ്ട്രിപ്പ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഡാൻസോയുടെ വില്ലനുസരിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ ഇവരെ ഒരുക്കിയെടുത്തു. ഈവൻ നമ്മുടെ സായിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഡാൻസോയെ പറ്റി ഒന്നും പറയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു സീൽ വരെ വായിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസോ തന്നെ ഈ ഒരു ഫൗണ്ടേഷന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത് ഡാർക്ക് സൈഡ് ഓഫ് കൊണോഹ എന്നാണ്. അതായത് അസാസിനേഷൻ,
അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, അത്തരമുള്ള സിറ്റുവേഷനിൽ ത്രെട്ടായിട്ട് നിൽക്കുന്നവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അൻപുവിനേക്കാളും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതായിരുന്നു റൂട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ഇനി നമുക്ക് ഡാൻസോയുടെ മാനിപ്പുലേഷൻസ് ആൻഡ് വില്ലനസ് ഡീഡ്സ് ഏതൊക്കെയായിരുന്നു നോക്കാം. ആദ്യത്തേത് സെക്കൻഡ് ആൻഡ് തേർഡ് നിഞ്ച വാഴ്സിൽ നടന്ന കാര്യങ്ങളാണ്. അതെ, അദ്ദേഹത്തിന്റെ വില്ലനാർക്ക് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ കാര്യം തന്നെ ഹ്യൂമാനിറ്റി ലൈഫിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ എങ്ങനെയും യുദ്ധം വിജയിക്കുക എന്നുള്ള ഒരു മൈൻഡ് തന്നെയായിരുന്നു. സെക്കൻഡ് തേർഡ് നിഞ്ച വാഴ്സിന് സമയത്ത് റൂത്ത്ലെസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് അദ്ദേഹം ഓരോ മിഷനും കൊടുത്തിരുന്നത്. ഇവിടെ ഹ്യൂമൻ ലൈഫിന് ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു. ലിറ്ററലി പറയുകയാണെങ്കിൽ ഓരോ ഹ്യൂമൻസും ഡിസ്പോസിബിൾ ആയിട്ടുള്ള വെപ്പൺസിനെ പോലെയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ മാനിപ്പുലേഷൻ നടന്നത് ഉച്ചിഹ ക്ലാൻ മസ്കാരയാണ്. അതെ, നയൻ ടൈൽസിന്റെ അറ്റാക്കും കൂടെ ആയപ്പോഴേക്ക് അതിനെ ടൈം ചെയ്യാൻ പറ്റുന്ന ഉച്ചിഹ ക്ലാനിലെ ഉള്ളവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൽഡേഴ്സും ഡാൻസോയും സറുട്ടോവിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സറുട്ടോവി അപ്പോഴും ക്ലാനുമായിട്ടുള്ള ഒരു പീസിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നിരുന്നാലും ഡാൻസോ അതിന്റെ ഏറ്റവും അങ്ങേയറ്റം വരെ പുഷ് ചെയ്ത് അദ്ദേഹത്തെ ഇതിനായി സമ്മതിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് അദ്ദേഹം, അതായത് ആ ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ ഉച്ചിഹാസിന്റെ ഐസിന്റെ ഒരു ഹാർവസ്റ്റ് തന്നെ നടത്തിയിട്ട് ആ ഒരു സെൽസ് എല്ലാം അദ്ദേഹം തന്നെ എടുക്കുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു കാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അക്കാട്സുക്കി ഇത്ര ഒരു ടെററായിട്ടുള്ള ഓർഗനൈസേഷൻ ആകുവാൻ കാരണവും ഈ പറഞ്ഞ ഡാൻസോ തന്നെയാണ്. കാരണം ഡാൻസോ ഹാൻഡ്സ് ഓഫ് ദി സലാമാൻഡർ എന്ന് പറയുന്ന അമേഗാക്കുറയിലെ ആ ഒരു ഡിക്റ്റേറ്ററിനെ കൺഫ്രണ്ട് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെയാണ് അക്കാട്സുക്കി, അതായത് യാഹിക്കോയുടെ നേതൃത്വത്തിലുള്ള നഗാട്ടോ കൊനാൻ അടങ്ങുന്ന അക്കാട്സുക്കി പ്രവർത്തിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യാഹിക്കോയിനെ നമ്മുടെ നഗാട്ടോയുടെ കൈകൊണ്ട് തന്നെ കൊല്ലിപ്പിച്ചത്. അങ്ങനെ ഇൻഡയറക്റ്റ്ലി നഗാട്ടോ പെയിനായി മാറുകയും പിന്നീട് അങ്ങോട്ട് വലിയൊരു ടെറർ ഓർഗനൈസേഷനായി മാറുകയും ചെയ്തു. സോ ആ ഒരു രീതിയിൽ അക്കാട്സുക്കി എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു മോട്ടീവ് കൊടുത്തതിൽ ഇൻഡയറക്റ്റ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡാൻസോ. ഇനി ലാസ്റ്റ് ആ ഫൈനൽ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ, അതായത് സുനാഡേനെ ഹൊക്കാഗെ ആക്കിയത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സറുട്ടോബിയുടെ മരണശേഷം ഹൊക്കാഗെ ആകാൻ ഏറ്റവും യോഗ്യതയെന്ന ഡാൻസോ തന്നെയായിരുന്നു. ബട്ട് ഡാൻസോ ആ ഒരു ടൈമിൽ ഷീസുവിൻ്റെ ഐ ഉണ്ടെന്നും പറഞ്ഞതും പിന്നെ ട്രസ്റ്റ് നേടുവാൻ സാധിക്കാത്തതും കൊണ്ട് അദ്ദേഹം മാറിപ്പോവുകയാണ് ഉണ്ടായത്. ഇനിയിപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് വില്ലനായെന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ അതിനും അദ്ദേഹത്തിൻ്റെതായ റീസൺസ് ഉണ്ട്. അതെ, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഫിയർ ഓഫ് വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ്. അതും അതിൻ്റെ കൂടെ തന്നെ ടോബിറാമയുടെ സാക്രിഫൈസും കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്പയർ ആയത് റൂത്ത്ലെസ് ആയിട്ടുള്ള സെൽഫ് സാക്രിഫൈസ് കൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്നാണ്. പക്ഷെ അദ്ദേഹം അത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർ മരിച്ചാലും വേണ്ടില്ല, നമ്മുടെ നേഷൻസിനെ ഓവറോൾ കാക്കണമെന്നാണ് അദ്ദേഹം അത് ഇൻസ്പയർ ചെയ്ത് എടുത്തത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഹെറൂസൻ സറുട്ടോബി വിൽ ഓഫ് ഫയർ, അതായത് ലവ് ആൻഡ് യൂണിറ്റിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഡാൻസോ വിൽ ഓഫ് സ്റ്റോൺ ആയിരുന്നു തിരഞ്ഞെടുത്തത്. കോൾഡ് സർവൈവൽ അറ്റ് എനി കോസ്റ്റ്. ഇനി നമുക്ക് ഡാൻസോയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒന്ന് നോക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഭയങ്കര ഓൾഡ് ആയിരുന്നെങ്കിലും ഡാൻസോ വാസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ഡ്യൂ ടു ഹിസ് ആഴ്സണൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പണിപ്പുരയിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കോറായിട്ട് കുറച്ച് എബിലിറ്റീസ് ഉണ്ട്. അതായത് ഇൻബോൺ ആയിട്ടുള്ള അദ്ദേഹം ഒരു മാസ്റ്റർ ടാക്ടീഷ്യൻ തന്നെയായിരുന്നു, ഒരു മാനിപ്പുലേറ്റർ തന്നെയായിരുന്നു. ഏതൊക്കെ ബാറ്റിൽസ് പ്ലാൻ ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് റൂത്ത്ലെസ് എഫിഷ്യൻസിയോടുകൂടി വിൻ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നേച്ചർ എബിലിറ്റി ആയിട്ടുള്ള വിൻ റിലീസിൽ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയായിരുന്നു അദ്ദേഹം. അതായത് എൻ്റയർ സീരീസിൽ ഫ്യൂ ക്യാരക്ടേഴ്സ് മാത്രമേ വിൻ റിലീസ് ജുറ്റ്സു അത്ര മാസ്റ്ററി ചെയ്തിട്ടുള്ളൂ, അതായത് വാക്യൂം ബുള്ളറ്റ്സും വാക്യൂം ബ്ലേഡ്സും ഒക്കെ. ഇനി ഷാരിംഗൺ എൻഹാൻസ്മെൻറ്റ് നമുക്കറിയാം. ഉച്ചിഹ മസ്കാരയ്ക്ക് ശേഷം ഷാരിംഗൻ്റെ ഒരു കളക്ഷൻ തന്നെ അദ്ദേഹം എടുത്തു സ്റ്റീൽ ചെയ്തെന്ന് തന്നെ പറയാം. എന്നിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യിൽ ഇംപ്ലാന്റ് ചെയ്തു. ഇതിൽ അദ്ദേഹത്തെ സഹായിച്ചത് നണ്ണതർത്താൻ ഒറോച്ചിമാറുമാണ്. ഒറോച്ചിമാറുവിൻ്റെ എക്സ്പെരിമെൻസിൻ്റെ ഒരു ഭാഗമായിരുന്നു തന്നെ എന്ന് പറയാം. ആ ഒരു കണ്ണുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തത് ഹാഷുറാമ സെൽസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ എപ്പോഴും ബാൻഡേജ് ഇട്ട് കവർ ചെയ്തിരുന്നത്. കാരണം അതെല്ലാം കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ലേ. ഈവൻ ദോ നമ്മളത് കാണുന്നത് ഏറ്റവും അവസാനത്തെ ഫൈറ്റിൽ, അതായത് സാസ്കയുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ടൈമിലാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ട് ഓരോ ഷരീങ്കനും അദ്ദേഹത്തിന് ഓരോ ലൈഫ് കൊടുത്തിരുന്നു. എടുത്ത് പറയുകയാണെങ്കിൽ 10 കൂടുതൽ ലൈഫ് അദ്ദേഹത്തിന് ആ ഒരു കണ്ണുകളിൽ നിന്ന് ലഭിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു പവർ തന്നെയായിരുന്നു ഈസാനാഗി. അതെ, ഷരീങ്കനുള്ള കൈകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു റിയാലിറ്റി തന്നെ റീറൈറ്റ് ചെയ്യുവാൻ സാധിച്ചിരുന്നു. പിന്നീട് എടുത്ത് പറയുകയാണെങ്കിൽ ഷീസുയി ഉച്ചിഹയുടെ ഷരീങ്കൻ, അതെ, ആ ഒരു കൊട്ടാമാട്സുക്കുമി പൊസസ് ചെയ്തിരുന്ന ആ ഒരു പവർഫുൾ ഷരീങ്കൻ അദ്ദേഹം സ്റ്റോൾ ചെയ്തായിരുന്നു. അത് പവർഫുൾ ആയിട്ടുള്ള ഗെഞ്ചിറ്റ്സു ആണ്, മോസ്റ്റ് പവർഫുൾ ഗെഞ്ചിറ്റ്സു എന്ന് തന്നെ പറയാം. ഒരാളെ അദ്ദേഹത്തിൻ്റെ വില്ലില്ലാതെ കൂടെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ഐറ്റമായിരുന്നു ഷീസുവിൻ്റെ ഷരീങ്കൻ്റെ പവർ. അതും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീസു ഒരു ഷരീങ്കൻ നോട്ടീസ് ചെയ്തുകൊണ്ടാണ് 5 കാഗെ സമ്മിറ്റിൻ്റെ സമയത്ത് ഡാൻസോ ഒരു വില്ലനസ് ഡീഡ്സ് ഉള്ള ആളാണെന്ന് ബാക്കിയുള്ള കാഗയ്ക്ക് മനസ്സിലാക്കുകയും തുടർന്ന് അവർ ഹൊക്കാഗെ ആയിട്ട് ഡാൻസോനെ അംഗീകരിക്കാതെ ഇരിക്കുകയും ചെയ്തത്.
പിന്നെ സീലിംഗ് ടെക്നിക്സ്. ഡാൻസോയുടെ അനദർ പവറാണ് സീലിംഗ് ടെക്നിക്സ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പോലും അദ്ദേഹം ഒരു കേഴ്സ്ഡ് സീൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഇട്ടിരുന്നു. അതായത് എനിമീസ് അടുത്തുണ്ടെങ്കിൽ അവരെയും കൂടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. നാറൂട്ടോ വേൾഡിൽ ഡാൻസോയുടെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതും കമാൻഡ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. അത് മൾട്ടിപ്പിൾ ജനറേഷൻസ് ഓഫ് ഷിനോബിക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വലിയ ഗുണങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള, അതായത് ഉച്ചീഹ ക്ലാൻ്റെ കാര്യം നമ്മൾ കാണുന്നവർക്കറിയാം. ബാക്കിയുള്ളവർക്ക് ഉച്ചീഹ ക്ലാൻ എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നല്ലോ. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻഷ്യൽ ത്രെറ്റിനെ തന്നെ അദ്ദേഹം ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനറലി നോക്കുകയാണെങ്കിൽ ആ ഒരു വില്ലേജിലെ ആൾക്കാർക്ക് ചിലപ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് തോന്നിയേക്കാം. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സുനാഡയുടെ ഫോളിന് ശേഷം ആരായിരിക്കണം അടുത്ത ഹൊക്കാഗെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം അദ്ദേഹം തന്നെയാണ് പറഞ്ഞതെങ്കിൽ കൂടുതൽ ഡാൻസോ തന്നെയായിരുന്നു. 5 കാഗെ സമ്മിറ്റിന് ബാക്കിയുള്ള 5 കാഗേനെയും മാനിപ്പുലേറ്റ് ചെയ്തത് ഷീസുവിൻ്റെ ഐ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. അവസാനമാണ് അത് കണ്ടുപിടിക്കുന്നത്. അതായത് ഹൊക്കാഗെമാരുടെ ആ ഒരു കയ്യാളില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്തേനെ. ഇനി നമുക്ക് ഡാൻസോയുടെ വീക്ക്നെസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അരഗൻസ്. അതെ, അദ്ദേഹത്തിൻ്റെ വേ മാത്രമാണ് ശരിയെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. രണ്ടാമത്തത് ഡിപ്പെൻഡൻസ് ഓൺ ദി സ്റ്റോളൻ പവർ. അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ ഉപരിയായി അദ്ദേഹം വിശ്വസിച്ചിരുന്ന അദ്ദേഹം കട്ടെടുത്തുകൊണ്ട് വന്ന ഷരിങ്കൻ ഐസിനെയും പിന്നെ ഹാഷിറാമ സെൽസിനെയുമാണ്. അത് ഒരാളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഘടന തന്നെയാണ്. പിന്നെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പവറിനോടുള്ള ഒരു ഒബ്സഷൻ കാരണം അദ്ദേഹത്തിന് വേറെ ആരെയും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അത് കാരണമായി ഐസൊലേറ്റ് ആക്കപ്പെട്ടു. ഇനി നമ്മുടെ ഡാൻസോയുടെ ഡെത്ത് ആൻഡ് ഫൈനൽ മൊമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സാസ്കെ ഉച്ചീഹയാണ് ഡാൻസോയിനെ വധിക്കുന്നത്. അത് 5 കാഗെ സമ്മിറ്റിന് ശേഷം, അതായത് നമ്മുടെ ഡാൻസോ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് സാസ്കെ ഉച്ചീഹയായിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്നത്. ഇതിലിപ്പോൾ നമുക്കറിയാം സാസ്കെ റിവെഞ്ച് മോഡിലാണ്. തൻ്റെ ചേട്ടനെ കൊണ്ട് ഇത്രയെല്ലാം ചെയ്യിപ്പിച്ച് ചേട്ടനെയും കൊല്ലുവാൻ ഒരുക്കി ഈ ഒരു ഹെയ്റ്റ് എല്ലാം നേടിക്കൊടുത്ത ഡാൻസ് ആണെന്ന് മനസ്സിലാക്കിയല്ലോ നമ്മുടെ സാസ്കെ. ആ ഒരു രീതിയിലാണ് ഡാൻസോനെ ഫൈറ്റ് ചെയ്യുവാൻ നോക്കുന്നത്. സാസ്കെ ആയിട്ടുള്ള ഫൈറ്റിലാണ് അദ്ദേഹം ഇസാനാഗിയും ഷരിങ്കൻ്റെ എല്ലാ പവേഴ്സും യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെയാണ് മോർട്ടലി വൂണ്ടഡ് ആയിട്ടിരുന്ന ഡാൻസോ നമ്മുടെ ടോബിനെയും സാസ്കേനെയും അദ്ദേഹത്തിൻ്റെ മരണത്തിനോടൊപ്പം സീലിംഗ് കേഴ്സ് വെച്ച് വലിച്ചിഴയ്ക്കാൻ നോക്കിയത്. ബട്ട് ഫെയിലായിപ്പോയി. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡൈയിങ് എലോങ് എന്ന് തന്നെ പറയാം. എ മാൻ ഹു ലീവ്ഡ് ആൻഡ് ഡൈഡ് ഇൻ ദ ഷാഡോസ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഗസി ഷിനോബി വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഷാഡോ ഹൊക്കാഗെ എന്നായിരിക്കും അദ്ദേഹം അറിയപ്പെടുന്നത്. ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്ത ഹൊക്കാഗെ അല്ലെങ്കിലും ഡാൻസോ ആക്ട് ചെയ്തിരുന്നത് കൊണോഹയുടെ ഡാർക്ക് പ്രൊട്ടക്ടറായിട്ട് തന്നെ ആയിരുന്നു. ഇത്രയുമൊക്കെയാണ് ഡാൻസോ ഷീമുറ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റി നാറൂട്ടോയുടെ സീരീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഈസ് പീസ് ട്രൂലി പോസിബിൾ വിത്തൗട്ട് സമ്മൺ എംബ്രേസിങ് ഡാർക്ക്നെസ്? ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇങ്ങനത്തെ നാറൂട്ടോ യൂണിവേഴ്സിലെ പുതിയ ക്യാരക്ടർ അനലൈസേഷനും ജുറ്റ്സു എക്സ്പ്ലനേഷനും ഓരോ ഡൊജുറ്റ്സു എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Yeah, yeah, oh, 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 baby, I need to know.